ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുട്ടമാല. ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ ഇത് തയ്യാറാക്കാൻ പറ്റും. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഈ വീഡിയോ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിപ്പോൾ മുട്ടമാല തയ്യാറാക്കാനായിട്ട് ഇവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ മുട്ടയുടെ വെള്ള നമുക്ക് ആവശ്യമില്ല. മുട്ടയുടെ മഞ്ഞ മാത്രമേ മുട്ടമാല തയ്യാറാക്കാനായിട്ട് എടുക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ ഒട്ടും കലരാതെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മാത്രം പോരാ, മുട്ടയുടെ മഞ്ഞ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയും വേണം. കാരണം മഞ്ഞയുടെ പുറത്തൊരു വെള്ള പാട പോലെ ഉണ്ടാകും. ആ പാട ഇതിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടമാല റെഡി ആയിട്ട് വരില്ല. അത് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയുടെ മഞ്ഞ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വെള്ളം ഒട്ടും കലരരുത്, അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ മുട്ടയുടെ മഞ്ഞ നല്ലപോലെ വെള്ളയൊന്നും പെടാതെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പയിലേക്ക് ഇടാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ മഞ്ഞ കൂടി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മുട്ടയുടെ മഞ്ഞ മുഴുവനും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇതിപ്പോൾ മുഴുവനും അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, വെള്ള കളറുള്ള പാട ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഇത് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടമാല റെഡിയായി വരില്ല. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അരിച്ചെടുത്തത്. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് മുട്ടമാല റെഡിയാക്കാനുള്ള ബോട്ടിൽ റെഡിയാക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു ബോട്ടിലും അതിൻ്റെ മൂടിയുടെ മുകളിൽ 2-3 ചെറിയ ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മുടെ പപ്പടം കുത്തി ഉപയോഗിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ ഹോള് റെഡിയായി കിട്ടും. ഇനി നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഇതിൻ്റെ അകത്തേക്ക് നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇടാം. പിന്നെ 1 കപ്പോളം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ 2-3 ചതച്ച ഏലക്കായും കൂടെ ചേർക്കാം. ഏലക്കായോ ഏലക്കായ പൊടിയോ ഉപയോഗിക്കാം. ഇനി പഞ്ചസാര നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പം മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ പതഞ്ഞു വരുന്നൊരു സ്റ്റേജ് വരും. അപ്പോൾ നമ്മൾ ബോട്ടിലാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ഇതുപോലെ പതുക്കെ ചുറ്റിച്ചെടുക്കുക. ഇത് പതഞ്ഞു വരുന്ന ഭാഗത്ത് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഇതിലേക്ക് ഒഴിക്കണമെന്നില്ല, കുറേശ്ശെ ആയിട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൽ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നും കോരി മാറ്റാം. ഇതിൻ്റെ അകത്തുനിന്നും എടുത്തു മാറ്റുന്നതിൻ്റെ മുന്നേ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതിനെ കോരി മാറ്റാൻ. അല്ലെങ്കിൽ മുട്ടമാല പരസ്പരം ഒട്ടിയിട്ടായിരിക്കും ഇരിക്കുക. ഇനി നമുക്കിതിനെ ഇതിൻ്റെ അകത്തുനിന്നും കോരി മാറ്റാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചൂട് പോയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കുടഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണ്. വളരെ കുറച്ച് സമയം ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.